Hello guys, welcome back to my YouTube channel Prep with Kirtana. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഓഫ് 6, 7 ആൻഡ് 11. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. 6ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് 2ന്റെയും 3ന്റെയും ഡിവിസിബിൾ ആണോ ആ നമ്പർ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ 2ന്റെയും 3ന്റെയും ഡിവിസിബിലിറ്റി ടെസ്റ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. യു ക്യാൻ ഗോ ത്രൂ ദാറ്റ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വഴി 6ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. 1310. Okay, last digit 0 ആണ്. So this number is divisible by 2. Okay, ഇനി 1 plus 3 plus 1 എത്രയാണ്? 4 ആണ്. അപ്പോൾ 3ന്റെ മൾട്ടിപ്പിൾ ആണോ 4? അല്ല. So this number is not divisible by 6. 2ന്റെയും 3ന്റെയും ഒരേപോലെ ഡിവിസിബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ 6ന്റെ ഡിവിസിബിൾ ആണെന്ന് പറയാൻ പറ്റൂ. അപ്പോൾ വേറൊരു എക്സാമ്പിൾ നോക്കാം. 360. ഓക്കെ, ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ്. സോ 2ന്റെ ഡിവിസിബിൾ ആണ്. ഇനി 3ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. 3 plus 6 എത്രയാണ്? 9 ആണ്. 9 plus 0 9. 9 3ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. സോ ഇവിടെ 3യുടെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് അത് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2ന്റെയും 3ന്റെയും ഡിവിസിബിൾ ആണ്. സോ ദിസ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 6. ഓക്കെ, അപ്പോൾ 6 ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റും 3ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റും അത് പാസ് ആവുകയാണെങ്കിൽ ആ നമ്പർ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് 7ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റിലോട്ട് പോകാം. 7ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് എക്സാമ്പിൾ വഴി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 343. ഓക്കെ, ഇങ്ങനെ ഒരു നമ്പർ നമ്മളെ തരുന്നെന്ന് വിചാരിക്കാം. ലാസ്റ്റ് ഡിജിറ്റ് പിക്ക് ചെയ്യുക. ലാസ്റ്റ് ഡിജിറ്റ് ഇവിടുത്തെ എത്രയാണ്? 3 ആണ്. 3ന്റെ ട്വൈസ് എടുക്കുക, ഇരട്ടി എടുക്കുക. അത് റിമൈനിങ് നമ്പറിൽ നിന്ന് മൈനസ് ചെയ്യുക. 3ന്റെ ട്വൈസ് എത്രയാണ്? 6 ആണ്. 34ൽ നമ്മൾ ആ 6 മൈനസ് ചെയ്യുന്നു. ബാലൻസ് കിട്ടുന്ന നമ്പർ എത്രയാണ്? 28. 28 7ന്റെ ഒരു മൾട്ടിപ്പിൾ ആണെന്ന് അറിയാമല്ലോ. സോ 343 എന്ന് പറയുന്ന ഈ നമ്പർ 7ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് പാസ് ആയിരിക്കുന്നു. വേറൊരു നമ്പർ കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. 1331. ഓക്കെ, ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്. 1ന്റെ ട്വൈസ് എത്രയാണ്? 2. നമ്മൾ ഈ നമ്പറിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. 131. നമുക്കിപ്പോൾ ഇത് ഇച്ചിരി വലിയ നമ്പർ അല്ലേ, നമ്മൾക്ക് വീണ്ടും ഈ സെയിം മെത്തേഡ് റിപ്പീറ്റ് ചെയ്യാം. ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ്? 1 ആണ്. 1ന്റെ ഇരട്ടി അല്ലെങ്കിൽ 1ന്റെ ട്വൈസ് എത്രയാണ്? 2 ആണ്. മൈനസ് ചെയ്യുന്നു. നമുക്ക് ആൻസർ 11 എന്ന് കിട്ടി. 11 7ന്റെ ഒരു മൾട്ടിപ്പിൾ ആണോ? അല്ല. സോ ദിസ് നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 7 എന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്തത് നമുക്ക് 11ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. 11ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റ് അത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ വഴി നോക്കാം. 1331. ഓക്കെ, നമ്മൾ ഓഡ് പ്ലേസിലുള്ള നമ്പറും ഈവൻ പ്ലേസിലുള്ള നമ്പറും തമ്മിൽ ആഡ് ചെയ്യുക. ഓക്കെ, ഓഡ് പ്ലേസിലുള്ള നമ്പറും ഈവൻ പ്ലേസിലുള്ള നമ്പറും തമ്മിൽ ആഡ് ചെയ്യുക. അതിൻ്റെ ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് എടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ഒന്നില്ലെങ്കിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ 11 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ കേസ് തന്നെ നോക്കാം. 1 plus 3 എത്രയാണ്? 4 മൈനസ് 3 plus 1 എത്രയാണ്? 4. ആൻസർ എത്ര കിട്ടി? 0. സാറ്റിസ്ഫൈ ആയല്ലോ. അപ്പോൾ 11 കൊണ്ട് ഡിവിസിബിൾ ആണ്. അടുത്തത് വേറൊരു എക്സാമ്പിൾ നോക്കാം. 13679. ഓക്കെ, ഈ നമ്പർ നമ്മൾ വൺസ് പ്ലേസിലുള്ള നമ്പറുകളെല്ലാം ആഡ് ചെയ്യണം, ഈവൻ സ്പേസിലുള്ള നമ്പറുകൾ ആഡ് ചെയ്യണം, അവരുടെ ഡിഫറൻസ് എടുക്കണം. ഓക്കെ, 1 plus 6 plus 9 എത്രയാണ്? 16 മൈനസ് 3 plus 7 10. നമുക്ക് കിട്ടുന്ന ആൻസർ 6 ആണ്. 6 11ന്റെ ഒരു മൾട്ടിപ്പിൾ ആണോ? അല്ല. സോ ദിസ് നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 11. അപ്പോൾ ഇനി ഞാൻ പഠിച്ച് എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.